ഒരുപാട് ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും ഇത്രയധികം സ്നേഹിച്ച ഒരു മനുഷ്യൻ മണ്ണഞ്ചേരിയിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയണം. കാരണം അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് അടുത്ത് ഇടപഴകാനും തങ്ങളോടൊപ്പം ഇരിക്കുവാനുമൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹത്തിൽ സന്തോഷിക്കുകയും ചെയ്യുകയാണ്. തങ്ങളവറുകൾ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1997 ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം. അന്നു മുതൽ ഒരു വിദ്യാർത്ഥിയായി 2004 വരെയും ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി എന്നുള്ളതാണ്. ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഈ കാണുന്നത് പോലെയൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. തങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയുടെയും തങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സ്ഥാപനം. വൈകുന്നേരം മഗ്‌രിബ് കഴിയുമ്പോൾ തങ്ങൾ വരികയും ഓഫീസിൻ്റെ മുമ്പിൽ ഒരു കസേരയിട്ട് അവിടെ ഇരിക്കും. തൊട്ടടുത്ത് ഞങ്ങൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും. തങ്ങൾക്ക് ചായ കൊടുക്കുവാനും. തങ്ങൾക്ക് ആപ്പിൾ വലിയ ഇഷ്ടമായിരുന്നു. ആപ്പിൾ ഇങ്ങനെ തൊലി കളഞ്ഞു കൊടുക്കണം. അതിങ്ങനെ കഴിച്ചിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യും? തങ്ങൾ തരും. ഇശാഇന് തങ്ങളായിരിക്കും ചിലപ്പോൾ ഇമാമത്ത് നിൽക്കുക. തങ്ങൾ നിന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. നിസ്കാരത്തിൽ പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ചെറിയ സൂറത്തുകളൊക്കെ ഓതി നിസ്കാരം വേഗം തങ്ങൾ അവസാനിപ്പിക്കുകയും, ഉസ്താദന്മാരോടൊക്കെ പ്രത്യേകം പറയും, മക്കളെ കൂടുതൽ നേരം പഠിപ്പിക്കേണ്ട, അവരെ നേരത്തെ കിടത്തി ഉറക്കണം എന്ന് പറയുകയും ഒരുപാട് വൈകിയുള്ള പരിപാടികളും തങ്ങൾക്ക് ഇഷ്ടമല്ല ഇരുന്നു എന്നുള്ളതാണ്. സത്യത്തിലും പ്രത്യേകിച്ച് ഓർമ്മ വരുന്നത് ഈ പള്ളിയുടെ നിർമ്മാണത്തെ പറ്റിയാണ്. പള്ളിയുടെ നിർമ്മാണം നടക്കുമ്പോൾ ഒരു മഴ സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ വാർപ്പെല്ലാം കഴിഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ മഗ്‌രിബിന്റെ സമയത്ത് ഇങ്ങനെ മഴ ഇങ്ങനെ ചാറാൻ തുടങ്ങി. വലിയ തുള്ളികളാണ്. അതിൻ്റെ ഇക്ബാലിക്കയാണ് ഇതിൻ്റെ എഞ്ചിനീയർ. അദ്ദേഹം പറഞ്ഞു, തങ്ങളെ ഇപ്പോൾ മഴ പെയ്താൽ നമ്മുടെ പള്ളി തകർന്നു വീഴും. കാരണം സെറ്റായിട്ടില്ല. ഒരു 6 മണി സമയത്താണ് പൂർത്തീകരിക്കുന്നത് വാർപ്പ്. തങ്ങൾ പറഞ്ഞു, 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി, അല്ലാഹുവേ നിന്റെ റഹ്മത്താണ്, ആ റഹ്മത്തിന് അല്പനേരത്തേക്ക് നീ മാറ്റി നിർത്തേണമേ. വന്ന മഴ അത് തിരിച്ചു പോയി എന്നുള്ളത് ഞാൻ സാക്ഷിയാണ്. എന്നിട്ട് ഇക്ബാലിക്ക പറഞ്ഞു, ഈ മഴ ഒരു 12 മണിക്കാണ് പെയ്യുന്നതെങ്കിൽ വാർപ്പിന് നല്ല ശക്തി ഉണ്ടാകും. തങ്ങൾ രണ്ടാമതും ദുആ ചെയ്തു, അല്ലാഹുവേ നിന്റെ ഈ പള്ളിക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട് നീ 12 മണിക്ക് മഴ പെയ്യിപ്പിക്കണമേ എന്ന് പറഞ്ഞു. തങ്ങൾ ദുആ ചെയ്തതല്ലേ, ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. ഞങ്ങൾ ആ സമയത്ത് വരെ ഉറങ്ങാതിരുന്നു. എല്ലാ സൂചികളും 12 നിൽക്കുമ്പോൾ നല്ല മഴ പെയ്യുകയും അൽഹംദുലില്ലാ അത് തങ്ങളുടെ കറാമത്തായി നമ്മൾ മനസ്സിലാക്കുകയും അന്നു മുതൽ തങ്ങളുമായി വലിയ ബന്ധം പുലർത്തുകയും അവസാനം മരണസമയത്ത് പോലും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തിൽ തങ്ങളോടൊപ്പം നിൽക്കുവാനും ഒക്കെ ഭാഗ്യം കിട്ടി.